വന്നു വന്നു ലാസ്റ്റ് വീഡിയോ ഇട്ടത് 1 മാസത്തിന് മുമ്പ്. ഓർക്കണം, 1 മാസത്തിന് മുമ്പ്. അതിലാവോ ഇന്ന് ഞാൻ നോക്കിയപ്പോ ഇല്ലേ 48 വ്യൂസ്. ചുമ്മാ കിടക്കുന്നതാണോ അതോ ആരെങ്കിലും കണ്ടുപിടിച്ചാണോ എനിക്കറിയത്തില്ല. ഫ്ലാറ്റ് വേൾഡാ ആൾവേസ് ഡേ. ആൾവേസ് ഡേ ഒന്നും എനിക്ക് വേണ്ട. ജനറൽ ഹാർഡ് വേണ്ട. സർവേ നോർമൽ തന്നെ ഞാൻ ആദ്യമേ ഒന്ന് കളിക്കട്ടെ. ജംഗിൾ ബയോമിലും വല്ലോ ആയാൽ മതിയായിരുന്നു സ്മോണാവുന്ന. ജംഗിൾ ഫോറസ്റ്റ് ഏടാ ഒന്ന് വേഗം ലോഡാവ് ലോഡായി താടാ നീ. എന്തി ഞാനൊന്നും പറയുന്നില്ലല്ലോ. പറഞ്ഞാൽ കൂടി പോയി ഡെസേർട്ടാ. ഇതെന്താണ്? ബണ്ണി നിക്കടാ. കുർത്തം കണ്ടവനെ നിക്കടാ. അവൻ പോയി. കുറച്ച് സാൻഡ് എടുക്കാം. ചുമ്മാ കൈയിരിക്കട്ടെ. കളർഫുൾ സാൻഡ് വേട് ഒരു ഷവറുണ്ടായിരുന്നു. ഇതൊക്കെ എളുപ്പമായിരുന്നു. എടാ പെട്ടെന്നൊക്കെ ഒന്ന് എട്. ഇത്ര താമസം എന്താ? പോയിട്ട് വേറെ പരിപാടിയുണ്ട്. പോരട്ടെ. പിന്നെ ഗായ്സ്, നിങ്ങളാരും വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്നില്ല. ഞാൻ ഡെയിലി നോക്കാറുണ്ട് കണ്ടന്റ്. ഒന്നുമില്ല. ചുമ്മാ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമോ ബോറടിക്കുമ്പോൾ. വിഷമമൊന്നുമില്ല, ചെറിയൊരു സങ്കടം, അത്രേ ഉള്ളൂ. എന്തായാലും അത് മോശമായിപ്പോയി. ആരും വീഡിയോയ്ക്ക് കമൻ്റ് ഇടാഞ്ഞ്. ഞാൻ തന്നെ കമൻ്റ് ഇട്ട് കമൻറ്റ് ബോക്സിൽ കയറി പറഞ്ഞു, ഗായ്സ് ഒന്ന് കമൻ്റ് ഇടാൻ. ആരും കമൻ്റ് ഇട്ടില്ല. എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമില്ലല്ലോ, ചെറിയൊരു സങ്കടമേ ഉള്ളൂ. കുഴപ്പമില്ല. സോ സാഡ്. നല്ല സങ്കടമുണ്ട്. നേരത്തെ പറഞ്ഞ കണക്കല്ല, നല്ല സങ്കടമുണ്ട്. പിന്നെ തിരിച്ച് എൻ്റെ വീട്ടിൽ പോയി. അവൻ വന്നത് അവൻ്റെ വീട്ടിൽ വെള്ളം കയറിയായിരുന്നു, അടുക്കള വരെ. അവൻ്റെ സ്ഥലം കുട്ടനാടാ. അതുകൊണ്ട് അവൻ ഇവിടെ വന്ന് നിന്ന് അവിടെ മൊത്തം വെള്ളം കയറിയതുകൊണ്ട് ഒരു സ്റ്റാക്ക് കൂടുതലായി. മണ്ടയ്ക്കില്ല. മണ്ടയ്ക്കകത്ത് എടുത്തു. ആ സാധനം എനിക്കിടണം. സ്റ്റിക്ക് കിട്ടുമോ? ഇല്ല, സ്റ്റിക്ക് കിട്ടത്തില്ല. കുട്ടപ്പ കിട്ടത്തില്ല. അവിടെ ഒരു കിണർ. എൻ്റെ അടുത്ത് വല്ല ഡെസേർട്ട് ടെമ്പിളും ഉണ്ടായിരുന്നോ കൊള്ളായിരുന്നു. പോട്ടൊരു വില്ലേജെങ്കിലും അഡ്ജസ്റ്റ്. വെള്ളത്തിൽ ചാടി അവട്ട്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? ചുമ്മാ കയറി. കഷ്ടം. രക്ഷപ്പെട്ടു. അതിന് താഴ്ച വല്ലതും ഉണ്ടായിരുന്നേ ഞാൻ പെട്ടേനെ. ഈ ജന്മം എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കരിമ്പും കൂടി അങ്ങ് എടുത്ത് പോവാം. വേണ്ട, വാട്ടർ സോംബി ഉണ്ട്.
അവന്മാരെനിക്കിട്ട് പണിയും. ഒരവസരം വരുമ്പോൾ ഞാൻ തിരിച്ചു. അവന്മാർക്ക് തന്നെ അറിയാമേല. അതിൻ്റെ അടിയിൽ എന്തോ ഒരു ലൈറ്റ്. ഞാനിപ്പം അങ്ങോട്ട് പോകുന്നില്ല. പേടിയൊന്നുമല്ല, ചെറിയൊരു ഭയം അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ പേടിക്കത്തൊന്നും ഇല്ല. ട്രൈഡേം പിടിച്ചെടുത്തൻ. എന്നാലും ഒന്ന് പോയി നോക്കാം. അല്ലേ വേണ്ട, ചെന്നേരം പണി വാങ്ങിക്കണ്ട. ഞാൻ ഇല്ലേ. പോടാ അല്ലേമാര് ട്രൈഡേന്ന് എറിഞ്ഞ് എന്നെ കൊല്ലും. അടാ പണി, ഒരടി പോലും അടിക്കാൻ പറ്റിയില്ല. മോശം. സവാന ഇത് കൈ വെച്ചും പൊട്ടിക്കാൻ പറ്റത്തില്ലേ? തന്നെ ലോകം ഇവിടെ. സ്റ്റിക്ക് കിട്ടിയില്ല. സ്റ്റിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? ഇത് കിട്ടണ്ടേ? പ്ലാങ്ക് 4 സ്റ്റിക്ക് വെച്ച് പ്ലാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ വേറൊരു കാര്യം, ഞാൻ മൈൻക്രാഫ്റ്റിൽ ഇത്തിരി വീക്കാ. അതുകൊണ്ട് എൻ്റെ ഗെയിം പ്ലേക്ക് ഇത്തിരി കുഴപ്പം കാണും. ആരും കമൻറ്റ് ബോക്സിൽ കയറി പൊങ്കാല ഇടല്ലേ, പറ്റത്തില്ല. വേണ്ടേ? അത് ശരി. ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത് ഡെസേർട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മണ്ടയ്ക്ക് ചാടിയ ഡാമേജ് കിട്ടത്തില്ലായിരിക്കുമെന്ന്. അവിടുത്തെ തൊട്ടാൽ തന്നെ കിട്ടുമല്ലോ ഡാമേജ്. അവിടെ ഒരു ട്രീ. സവാന ആണേലും മതി, എവിടെയെങ്കിലും ഒന്ന് എനിക്ക് ചെല്ലണം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഭയമാണ് സവാന. എന്തിയാടാ ഇത് വല്ല ഐലൻഡും ആണ്. കിട്ടി. പിന്നെ നിർത്താണ്ട് ഓടുന്നോണ്ട് ഹങ്കർ കൂടുന്നുണ്ട്. ഈ ഷുഗർ കേക്കൊക്കെ തിന്നാൻ പറ്റിയിരുന്ന കൊള്ളായിരുന്നു. ഇവിടെ മാത്രമേ ഉള്ളൂ ഗ്രാസ്. ആ ഷുഗർ കേക്ക് ഇപ്പം എടുക്കണ്ട, എനിക്ക് ക്ഷമയില്ല. കാര്യം എനിക്ക് ക്ഷമയില്ല. അന്ന് എടുത്തോണ്ടിരിക്ക ഇപ്പൊ പറ്റത്തില്ല. അത് തന്നെ എല്ലാം ഉണ്ട്. ഒരു ട്രീ എന്തിയാടാ ട്രീ? ഒരു ട്രീ തായോ ഒരു ട്രീ തായോ. ഈ വേൾഡ് വേണ്ട ഇരുന്നു. ഇതിൻ്റെ അപ്പുറത്തെങ്കിലും ഒരു സവാന ഉണ്ടായാൽ മതിയായിരുന്നു. സവാന എങ്കിൽ സവാന ഏതേലും മതി. ഇത് ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ആ സവാന കാണും. മറ്റേ ജീവി. ഇതിൻ്റെ ഗുണം എന്താ എനിക്ക് മനസ്സിലായില്ല. എന്നെ കൊന്നാൽ എന്നാ കിട്ടും? അതിന് ഡാമേജ് കിട്ടും, അല്ലാണ്ട് വേറൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോരട്ടെ.
എന്നാ ജീവിയാണ്? നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഉരുണ്ട് കിടക്കുന്ന ആ ജീവിയല്ലേ? ആണോ? എനിക്കറിയത്തില്ല. ഈ മൈൻക്രാഫ്റ്റിൽ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നുണ്ട്, എനിക്കറിയത്തില്ല, ക്ഷമിക്കണം. അപ്പുറമല്ലേ എടാ, ഇവിടെ ഒന്നും ഒരു ട്രീ ഇല്ല. കുറെ നേരം ഞാൻ ഈ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ഐ ഹാവ് എ ഐഡിയ. അല്ല പിന്നെ അതൊക്കെ അത്രേ ഉള്ളു. അല്ല പിന്നെ എത്ര നോട്ട് ഇവിടെ കിടന്ന് വട്ടം തിരിയുന്ന. എവിടെയെങ്കിലും ഒരു ട്രീ കാണണ്ടേ? മര്യാദ വേണ്ടേ അവന്മാർക്കൊക്കെ? ഇത് മൊത്തം ഡെസേർട്ടാണല്ലോ ഇവിടെ. ഇവിടം വരെയൊക്കെ നടന്നല്ലോ. ആ കിട്ടി. ഇനി സർവൈവലാക്കാം. കുറച്ച് ടൂൾസ് ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു ക്രീപ്പർ വന്നിട്ട് മൂട്ടീന്ന് ഓട്ടിത്തെറിക്കണം. നല്ല രസമായിരിക്കും. ഒന്നും കാണാനും പറ്റുന്നില്ല, ഇരുട്ടായതുകൊണ്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. സ്പൈഡർ ഇപ്പം എനിക്കിട്ട് പണി. ആ ആ ആ ആ ഫൈനലി ദിസ് ഈസ് ദി മൂമെന്റ്. അവിടെ ഒരു സ്കെൽട്ടൻ നിപ്പുണ്ടെൻ്റെ. ആ സ്കെൽട്ടൻ്റെ മുമ്പിൽ പെട്ടാൽ എൻ്റെ അവൻ്റെ ഇത് എന്തരാ? വലിയ വില്ലേജ്. എടാ ചെല്ലടാ വേഗം ചെല്ലടാ. അതും കൂടെ വന്ന എന്തിയേ ചെന്നടി. ഇത് ക്യാരറ്റൊക്കെ. ക്യാരറ്റ് പൊടി. കേറോ. ആടാ. പിന്നെ ഒരു സമാധാനം. എന്തിയവൻ? അവനാണ് ഞാൻ ആരാന്ന് അറിയാമല്ലേ. പൊട്ടിക്ക്. ഇത് പൊട്ടിക്കാൻ പറ്റുമോ? ഇത് വെച്ച് പൊട്ടിക്കാൻ പറ്റുമോ? പറ്റും. എൻചാൻറ്റഡ് ബോ വെച്ച്. എൻചാൻറ്റഡ് ബോ എനിക്ക് വേണം. കഴുതകളെ എന്നെ കണ്ടില്ല. എടാ ഫാർമറെ, ഞാൻ എടുത്താ ഓട്. ഇതിന് എനിക്ക് സ്വന്തം തരത്തില്ല. എടാ ട്രീഡാ. ചന്തിക്കിട്ടടിക്കും ഞാൻ. ഓടിക്കോ. ഇതും ക്യാരറ്റാണല്ലേ.
നിന്റെ കൃഷി ഞാൻ കൊണ്ടുകൊണ്ടുപോടാ. മര്യാദക്ക് മര്യാദക്ക് അടുത്ത നട്ടു വെച്ചോണം. നാളെ വന്ന് നാളെ വന്ന് എടുക്കണ്ട. എന്താണ് നോക്കുന്നത്? സ്കെൽട്ടൻ അണ്ണാക്കിലോട്ട് കയറ്റുന്നേ. പിന്നെ ഇത് ട്രേഡർ അല്ലേ? നിക്കടാ അവിടെ, നിക്കടാ, അല്ല അടിക്കുവേ. 11 ഗ്ലാസ് കൊടുത്താൽ ഓടാ. 11 ഗ്ലാസ് ഇപ്പൊ തന്നെ എടുക്കാൻ പോവല്ലേ? ഇതെന്തുവാ? കിഴങ്ങ്. അത് വേറെ, ഇത് കിഴങ്ങ്. ആടിയേ ഇവനെ അടിച്ചോടി കൊന്നോടെ എന്നെ. ഓടിക്കോ. നിന്റെ കിഴങ്ങൊക്കെ ഞാൻ നശിപ്പിക്കുവാ. ഞാൻ നശിപ്പിച്ച് കഴിത്തരും നിന്റെ കിഴങ്ങൊക്കെ. നീ ഇപ്പൊ കിഴങ്ങ് നട്ട് സൂയിക്കണ്ടോ? കിഴങ്ങ അതെ അവിടെ ഒരു ചെസ്റ്റ്. എടാ പോടാ മറന്നീ. എടാ അയങ്കോളം കണ്ടാ നിനക്കിട്ടാൻ പണിയുവേ. ഇതങ്ങ് അടച്ചിട്ടേക്കാം. ഈ ചെസ്റ്റ് ബ്രെഡ്. എത്ര ദരിദ്രവാസികളായിരുന്നു അവന്മാര്. അയ്യേ ഇതേ അളിഞ്ഞ കിഴങ്ങ്. എൻ്റെ കയ്യിൽ അതൊക്കെ ഉണ്ടായിരുന്നു. എടാ നേരത്തെ ഇത് കൊടുത്ത എമറാൾഡ് ഒരു ഉണ്ടായിരുന്നല്ലോ. കാർപ്പറ്റൊക്കെ അങ്ങ് എടുത്തേക്കാം. എന്തിനാണ് ഇവന്മാർക്ക് ഈ കാർപ്പറ്റ്? ആഡംബരമൊന്നും വേണ്ട. ഏടോ ഒജ്ജോ. ഇവൻ തന്നെ അല്ലായിരുന്നത്. 24 ഓടിക്കണം. അയങ്കോളം എന്തിയേ? ഇത്തിരി അയൺ വേണം എനിക്ക്. ഇനി കുറേ ബ്രെഡ് ഉണ്ടാക്കണം ശരിക്കും. ഹേയ് ഇത്രയല്ലേ ഉള്ളു. വില്ലേജേഴ്സ് വന്നു മഹാദരിദ്രവാസികളായിക്കൊണ്ടിരിക്കുക. എന്നാ പറയാനാ. ട്രേഡർ നിന്നെ ഞാൻ എന്ത് ചെയ്യണം? എല്ലാത്തിനും തന്നെ അടിക്കും. അതെ ഫർണസ്, അയൺ ഫർണസ് കിട്ടിയാ മതിയായിരുന്നു. കിട്ടിയില്ലേ ലൂട്ടി. ഇത് അങ്ങ് പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? ഇത് അയൺ തന്നെ അല്ലേ? സ്റ്റോൺ പൊട്ടിക്കണാണോ കയ്യിൽ പൊട്ടിക്കണം? കൊള്ളാലോ, ഇപ്പൊ ലാഭമായല്ല. ഇത് അയൺ ആക്കാൻ പറ്റുമോ നോക്കട്ടെ. ഉണ്ട് പറ്റത്തില്ലേ? പറ്റത്തില്ല. പിന്നെ എന്താണ് നിൽക്കുക? അല്ല ഞാൻ സ്റ്റോൺ പോലും മൈൻഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, വീട് അങ്ങ് പൊളിക്കാം. എന്നിട്ട് ഞാനൊരു വീടുണ്ടാക്കാൻ പോവാ.
അതുപോലെ വീടുണ്ടാക്കുന്നവരോട് ഈ എപ്പിസോഡിൽ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പിടിക്കാം. ഇപ്പം നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കാം. ഒരു വലിയ കൊട്ടാരം പോലത്തെ വീടായിരിക്കണം ഉണ്ടാക്കുന്നത്. സുധിയുടെ ബെഡ്റോക്ക് അഡീഷൻ ഗെയിം പ്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഉടനെ തന്നെ പോയി കാണുക. പൊളിയാ. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. എടാ വേഗത്തില്ല. അല്ല ക്യാരറ്റ് ഇല്ലേ? ക്യാരറ്റ് എടുക്കുക, മുണുങ്ങ. ഇതെന്തുവാണ്? ഇതെന്തുവാ? ലാസ്റ്റ് കഴുത് കഴുത് ഡേയ്, ഒരു ചെസ്റ്റ് എങ്കിലും വെച്ചൂടെ? നിന്റെ കണ്ണ എന്തിയേ? നിന്നൊക്കെ തൊട്ടാ വരുവാടാ. എന്തൊക്കെട്ടടിക്കുന്നു? ഓടി വീട്ടിൽ കയറി. അമ്മാർ ഒരുമിച്ച് ഓടിക്കയറാൻ നോക്കുന്നു. നടക്കത്തില്ലല്ലോ. അതിന്റെ മേളിലോട്ടുണ്ടല്ലോ. നിന്റെ കായംകോളം എന്തിയോടാ? അവനെ ഞാൻ ഈ തപ്പുന്ന. നിന്റെയൊക്കെ നായകനെ ഞാൻ ഇന്ന് തീർക്കും. അതെ ജസ്റ്റ്. എമറാൾഡാ. ഇവന്മാര് ദരിദ്രവാസികളല്ലേ? വേറെന്താ വാസികളോ? അങ്ങ് പൊട്ടിച്ചെടുക്കൂ. ഒന്ന് പൊട്ടിക്കട. ഇനി അവന്മാര് വരും. അതിന് മുമ്പ് ഞാൻ കിടക്കട്ടെ. ശരി, നൈറ്റ് ആയിട്ടില്ലേ? ആരുടെ ഇവിടെ? വീഡിയോയുടെ ലെങ്ത് കുറേ ആയി. അപ്പം നമുക്കൊരു സ്റ്റോൺ ടൂൾ ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ അത് തന്നെ, സ്റ്റോൺ പിക്കാക്സ്. എന്നിട്ട് ഒരു സ്റ്റോൺ ആക്സ് അല്ലേ, ഒരു സ്റ്റോൺ സ്വാഡ്. അത്ര ഉണ്ടാക്കാൻ പറ്റില്ല, കുഴപ്പമില്ല. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം പീസ് ഔട്ട്.